ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് നല്ല ചൂട് ചോറിനും കപ്പയ്ക്കുമൊക്കെ പറ്റിയ നല്ല തലക്കറി ഉണ്ടാക്കിയാലോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഒരു പിടി തേങ്ങയിട്ട് 2-3 മിനിറ്റ് ഒന്ന് മൂപ്പിച്ച് കുറച്ച് കറിവേപ്പിലയും ഇട്ടൊന്ന് വീണ്ടും വഴറ്റി 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറും വരെ ഒന്നിട്ട് ഇളക്കി നന്നായിട്ട് വറുത്ത് അതൊന്ന് തണുപ്പിക്കാനായി മാറ്റി വയ്ക്കാം. ഒരു ജാറിലേക്ക് നെല്ലിക്ക അളവിന് പുളിയും 5-6 കൊച്ചുള്ളിയും, പിന്നെ നമ്മുടെ ഈ മീൻകറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മീൻകറിയുടെ തിക്നെസ് കൂടാനും ടേസ്റ്റ് കൂടാനും ഒരു പഴുത്ത തക്കാളി തന്നെ ഇതിലേക്കിട്ട് അരയ്ക്കുന്നുണ്ട്. ഇതിനാവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുക്കാം. ഇനി മീൻകറി ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ ഒരു ചട്ടിയിലേക്ക് ഒരു തക്കാളിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മുടെ ഈ അരപ്പും ചേർത്തൊന്ന് ആവശ്യത്തിന് വെള്ളവും ചേർത്തൊന്ന് ഇളക്കി വെച്ച് 1/2 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് നമ്മുടെ ചൂരത്തലയും കഷ്ണങ്ങളും അതിലേക്കിട്ട് ഗ്യാസിലേക്ക് കുക്കാവാൻ വയ്ക്കും. തൊട്ടടുത്തായിട്ട് തന്നെ കപ്പയും വേകുന്നുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചട്ടിയുടെ അടപ്പൊന്ന് മാറ്റി ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും ഇട്ട് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് പിന്നെയും ഒരു 10 മിനിറ്റ് നേരം അടച്ച് വയ്ക്കും. അത് വീണ്ടും തുറന്നിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ടെടുത്താൽ നല്ല ടേസ്റ്റുള്ള എരിവും പുളിയുമുള്ള നല്ല തലക്കറി റെഡിയാണ്.